സൂറത്ത് മുഅ്മിനൂൻ അശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമാണ്. വളരെ മഹത്വമുള്ള ഒരു അധ്യായമാണ്. സൂറത്ത് മക്കിയാണ്. 23-ാമതായിട്ട് വരുന്ന അധ്യായമാണ് സൂറത്തുൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചും ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉൻസില അലൈഹിൽ വഹ്യു സുമിഅ ഇൻദ വജ്ഹി കദവിയ്യിൻ നഹൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുമ്പോൾ എല്ലായ്പ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരൂലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശരിയായ രൂപത്തിൽ രണ്ട് വട്ടം മാത്രം വന്നിട്ടുള്ളത്. ഒന്ന് ജബൽ നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യ തവണ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഓതി കൊടുക്കാനാണ് ഒന്ന് വന്നത്. രണ്ടാമത് വന്നത് വലഖദ് റആഹു നസലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവാ. മിറാജിന്റെ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിന്റെ സമീപത്ത് പോയപ്പോൾ ആ സ്വർഗ്ഗത്തിന്റെ സമീപത്തുള്ള ഒരു മരമാണ് സിദ്റത്തുൽ മുൻതഹ. ആ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ചാണ് വലഖദ് റആഹു നസലതൻ ഉഖ്റ രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ 600 ചലങ്ങുകളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വഹി ഇറങ്ങുമ്പോൾ പല രൂപത്തിലാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചില സന്ദർഭങ്ങളിൽ എന്റെ മേൽ 10 ആയത്തുകൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട്, 10 ആയത്തുകൾ എന്റെ മേൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ആ 10 ആയത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആരാണോ തയ്യാറാകുന്നത്, ആ 10 ആയത്ത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആരാണോ തയ്യാറാകുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്തിനാ ഇവിടെ ഒരുമിച്ച് കൂടിയത്? ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാ നമസ്കരിക്കാൻ നമ്മൾ എന്തിനാ ഒരുമിച്ച് കൂടിയത്? നമ്മൾ എന്തിനാ ഈ ജുമയിൽ നമ്മൾ പങ്കെടുത്തത്? നമ്മൾ എന്തിനാ 5 വക്ത നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, പരലോക വിശ്വാസം. അള്ളാഹുവിന്റെ സ്വർഗം നേടണമെന്ന ലക്ഷ്യം നമുക്കെല്ലാം ഉണ്ട്. റസൂലുള്ള പറയുകയാണ്, ഇപ്പൊ ഇറങ്ങിയ ആ 10 ആയത്തുണ്ടല്ലോ, അതനുസരിച്ച് കൊണ്ട് ഒരാൾ ജീവിച്ചാൽ അവന് സ്വർഗമുണ്ട്. പിന്നീട് പ്രവാചകൻ ഓതി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഹത്താ ബലഗ ഉലൈക ഹുമുൽ വാരിസൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന ആയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഉലൈക ഹുമുൽ വാരിസൂൻ എന്ന് വരെയുള്ള ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയാണ്. ഇതൊരു സത്യവിശ്വാസിയുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താണ്? പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണല്ലോ നമ്മളുള്ളത്. ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക. കുറെ സമ്പത്തുണ്ടാകുന്നതാണോ ഏറ്റവും വലിയ വിജയം? സമ്പത്തുണ്ടായിട്ട് സമാധാനം നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. കുറെ ആരോഗ്യം ഉണ്ടാകലാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം? അതൊക്കെ നഷ്ടപ്പെട്ടിട്ടും അതൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ പ്രതിസന്ധികളുമായിട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വലിയ തറവാട്ടിൽ ജനിച്ചു എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പിന്നെ ഏറ്റവും വലിയ വിജയം? ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, യഥാർത്ഥ വിജയം എന്നുള്ളത് ഖദ്, തീർച്ചയായിട്ടും അഫ്ലഹൽ മുഅ്മിനൂൻ, ആരാണോ സത്യവിശ്വാസിയായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത്, ഒരു മുഅ്മിനായിട്ട് ജീവിക്കാൻ ആരാണോ തയ്യാറാകുന്നത്, അവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങി വെക്കുകയാണ്. ഈ ആയത്തിന് ഉലമാക്കൾ വിശദീകരിച്ചു, ഐ ഖദ് ഫാസൽ മുഅ്മിനൂന വസൈദു, ആ മുഅ്മിനീങ്ങളുണ്ടല്ലോ, അല്ലാഹു അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ആ മുഅ്മിനീങ്ങളുണ്ടല്ലോ, സൗഭാഗ്യം ലഭിച്ചവരാണ്, സൗഭാഗ്യം പ്രാപിച്ചവരാണ്, വിജയം നേടിയവരാണ്. വഹസലു അലാ കുല്ലി ഖൈർ, ജീവിതത്തിൽ ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടും എല്ലാവിധ ഖൈറും നേടിയവരാണ്. വനജൗ മിൻ കുല്ലി ശർറിൻ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും പരലോകത്തിലെയും എല്ലാവിധ ആപത്ത്, മുസീബത്ത്, ശർറ്, തിന്മകളിൽ നിന്ന് അല്ലാത്തിൽ നിന്നും മോചനം ലഭിച്ച രക്ഷപ്പെട്ട ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന് ഉലമാക്കൾ ഈ ആയത്തിൽ വിശദീകരിച്ചു. മഹാനായ ഇബ്നു ജരീർ റഹ്മഹുല്ലാഹ്, തബരി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഐ ഖദ് ഫാസൽ മുഅ്മിനൂന ബിറിദ്വാനില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് മുഅ്മിനീങ്ങൾ തീർച്ചയായിട്ടും വിജയം കൈവരിച്ചവരാണ്. വനാലുൽ ജന്ന, എന്താണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം? എന്താണ് അവരുടെ ജീവിതത്തിലെ വിജയം? അവർ സ്വർഗ്ഗം നേടിയവരാണ്. വനജൗ മിൻ അദാബിഹി, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ് മുഅ്മിനീങ്ങൾ. മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അൽ ഫലാഹു ഹുവൽ ഫൗസ് ബിൽ മത്ലൂബ് വസ്സലാമത്തു മിനൽ മർഹൂബ് വഇന്നമാ യകൂനു ദാലിക ബിൽ ഈമാനി സ്വഹീഹി വൽ അമലി സ്വാലിഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ വിജയം മുഅ്മിനാകാൻ സാധിക്കണമെങ്കിൽ, ഇത് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെ അല്ലാഹുവിൽ വിശ്വസിക്കണം? അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണം. പേരിൽ അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അല്ലാഹു അല്ലാത്തവരെ നമ്മൾ ആരാധിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ രൂപത്തിലുള്ള മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല.
മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ലാത്തയെ വിളിക്കുന്നു, ഉസ്സയെ വിളിക്കുന്നു, മനാത്തയെ വിളിക്കുന്നു, ഇബ്രാഹിം നബിയെ വിളിക്കുന്നു. എന്തിനാ? ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന വിശ്വാസമല്ല, ആ ഈമാനല്ല നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ സകലതിലും വിശ്വസിക്കണം. എന്തൊക്കെ കാര്യങ്ങളിലൊക്കെ അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വിശ്വസിച്ച് വൽ അമലി സ്വാലിഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ലൈസൽ ഫലാഹു ബികസറത്തിൽ മാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് ധാരാളം സമ്പത്ത് ഉണ്ടാവുകയല്ല, വലകിന്നഹു ബിതാഅത്തില്ലാഹ് വൽ അമലി ബിമാ യുർദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അനുസരിച്ച് അവസാനം അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയണം. എന്ന ആയത്തിന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം വലകിന്നഹു ബിതാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ് ആ വിജയം നേടിയെടുക്കാൻ കഴിയുന്നത്. വൽ അമലി ബിമാ യുർദി, അല്ലാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് ആ വിജയം കരസ്ഥമാക്കി എടുക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ട് അനുസരിച്ചാണോ ജീവിക്കുന്നത്? അതല്ല, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതുപോലെയാണോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ മേഖലകളിലും, നമ്മുടെ കച്ചവടങ്ങളിലാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ എല്ലാ ഇടപാടുകളിലും, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള നമ്മുടെ സകല കാര്യങ്ങളും നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചാണോ എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ്. അതല്ല, എല്ലാ കാര്യങ്ങളും എല്ലാ ഇഷ്ടങ്ങളും അള്ളാന്റെ ഇഷ്ടം നോക്കി, അള്ളാന്റെ പൊരുത്തം നോക്കി, അള്ളാഹുവിനെ അനുസരിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ് എങ്കിൽ നമ്മൾ ഈ സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ടു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വകുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചവരാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട സകലരും, എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്നോട് അനുസരണക്കേട് കാണിച്ചവരാരോ അവൻ തീർച്ചയായിട്ടും സമ്മതിച്ചവനാണ്. ഫഖദ് അബ, അവനാണ് നരകത്തിന്റെ ആള് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടത്? റജാവും ഖൗഫും വേണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നരകത്തെ കുറിച്ചുള്ള ഭയപ്പാടും സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയുമാണ്. എല്ലാ സമയങ്ങളിലും നരകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ടാകണം. അല്ലെ, എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും എനിക്കൊരു മരണം വരാനുണ്ട്, എനിക്കൊരു പരലോകം വരാനുണ്ട്, എനിക്കൊരു സ്വർഗം വരാനുണ്ട്, എനിക്കൊരു നരകം വരാനുണ്ട് എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മനുഷ്യരൊഴികെ എല്ലാ മനുഷ്യന്മാരും നാളെ സ്വർഗത്തിലേക്ക് പോകും. എല്ലാവരും ഒരാളൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. ആ സ്വർഗം അങ്ങനെ വിളിച്ചു പറയപ്പെട്ടാൽ ആ നരകത്തിലേക്ക് പോകുന്ന ഒരുവൻ ഞാനായിരിക്കുമെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രത്തോളം അവർ നരകത്തെ സൂക്ഷിച്ചിരുന്നു. അത്രത്തോളം ആ നരകത്തെ കുറിച്ചുള്ള ചിന്തകൾ, അതിലേക്ക് പോകേണ്ടി വന്നുള്ള അവസ്ഥകൾ എല്ലാം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അല്ലാഹുവിനെ അനുസരിക്കുന്ന ജീവിതത്തിലേക്ക് അവർ വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ വന്നത് നരകത്തെ കുറിച്ചുള്ള വല്ലാത്ത പേടിയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഈ യഥാർത്ഥ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടുക എന്നുള്ളതാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ശരിയായ ഈമാനും സാലിഹായ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നാളെയുടെ സ്വർഗീയ ലോകത്ത് വിജയിക്കുന്ന, ആ ശാശ്വതമായ ലോകത്ത് വിജയിക്കുന്ന, മരണമില്ലാത്ത ലോകത്ത് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള തൗഫീഖും ആരോഗ്യവും ഒക്കെ അല്ലാഹു നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.